ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് മെഡിക്കൽ കോഡിംഗ് ആൻഡ് ബില്ലിങ്ങിൽ ഹെൽത്ത് കെയർ സെറ്റിങ്സ് ഏതൊക്കെയാണ്, അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നോക്കാം. സോ ഫസ്റ്റ് വൺ വരുന്നത് ഹോസ്പിറ്റൽസ് ആണ്. ഹോസ്പിറ്റൽസ് ആർ ഓഫൺ ഡിവൈഡഡ് ഇൻ ടു സ്പെഷ്യലൈസ്ഡ് യൂണിറ്റ്സ് സച്ച് ആസ് ദി ഇൻറ്റൻസീവ് കെയർ യൂണിറ്റ് for critically ill patients, the pediatric unit for children, the maternity ward for childbirth and the surgical unit for post-surgical care. അപ്പോൾ ഹോസ്പിറ്റലിൽ തന്നെ ഡിഫറെൻറ്റ് സ്പെഷ്യലൈസേഷൻസും ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം ഓരോ സ്പെഷ്യാലിറ്റീസും ഓരോ സെക്ഷനായിട്ടായിരിക്കും ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവുക. അതുപോലെ വാർഡുകൾ ഉണ്ടാവാം, റൂംസ് കാണും. ഇതെല്ലാം ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അണ്ടറിലാണ് വരിക. Hospitals provide primary, that is initial treatment, secondary, that is specialist referral, and tertiary, advanced specialized procedure care. Some may also offer quaternary care, which includes experimental treatments. So ഹോസ്പിറ്റൽസിൽ ഒരു പേഷ്യൻറ്റിന് ആദ്യമായിട്ട് വേണ്ട അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആദ്യം തന്നെ കൊടുക്കേണ്ട ഇനീഷ്യൽ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ പ്രൈമറി ട്രീറ്റ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ സെക്കൻഡറി ട്രീറ്റ്മെൻറ്റ്സ്, അതായത് ഒരു സ്ഥലത്ത് കണ്ടു കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, അപ്പോൾ ഒരു സ്പെഷ്യലിസ്റ്റിൻ്റെ ആവശ്യമുണ്ട്. സോ ഒരു സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്ത് വന്ന് കാണുകയാണെങ്കിൽ അതിന് സെക്കൻഡറി ട്രീറ്റ്മെൻറ്റ് എന്ന് പറയും. ടേർഷ്യറി എന്ന് പറഞ്ഞാൽ ഈവൻ മോർ അഡ്വാൻസ്ഡ് സ്പെഷ്യലൈസ്ഡ് പ്രൊസീജിയേഴ്സ് ആണ്. പല കണ്ടീഷൻസ് വരുമ്പോൾ ഒരു നോർമൽ ഹോസ്പിറ്റലിലായിരിക്കും ആദ്യം കണ്ടിട്ടുണ്ടാവുക. സോ അവിടെ നിന്ന് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ഫെസിലിറ്റീസ് ഉള്ള ഹോസ്പിറ്റലുകളിലേക്ക് ആളുകളെ ആ ഒരു സീരിയസ്നെസ് അനുസരിച്ച് മാറ്റുന്നുണ്ട്. അതിന് ടേർഷ്യറി എന്ന് പറയും. ഇനി ക്വാട്ടേണറി കെയർ എന്ന് പറഞ്ഞാൽ എല്ലാ ഹോസ്പിറ്റൽസിലും റെഗുലറായിട്ട് നടക്കുന്ന ട്രീറ്റ്മെൻറ്റ്സ് ഒന്നും ആയിരിക്കില്ല. ചില റെയർ കേസുകളിൽ എക്സ്പെരിമെൻ്റൽ ആയിട്ട് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ്സ് ആയിരിക്കും. അതും ഹോസ്പിറ്റൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, ദ കെയർ ടീം ഇൻക്ലൂഡ്സ് ഫിസിഷ്യൻസ്, നഴ്സസ്, specialists and allied health professionals like dietitians, radiologists and therapists. അപ്പോൾ ഈ ഒരു സർവീസസ് ഒക്കെ കിട്ടണമെങ്കിൽ ഒരു ടീം തന്നെ അവിടെ അവൈലബിൾ ആയിരിക്കും. അതിൽ ഫിസിഷ്യൻസ് ഉണ്ടാവും, നഴ്സസ് ഉണ്ടാവും, സ്പെഷ്യലിസ്റ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ അലൈഡ് ഹെൽത്ത് പ്രൊഫഷണൽസ് എന്ന് പറഞ്ഞാൽ അവർ ഇപ്പോൾ ലൈക്ക് ഡയറ്റീഷ്യൻ, റേഡിയോളജിസ്റ്റ്, തെറാപ്പിസ്റ്റ് എന്നൊക്കെ പറയുന്നത് മെയിൻ ട്രീറ്റ്മെൻറ്റിന് സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ്. അതിനെയാണ് അലൈഡ് ഹെൽത്ത് പ്രൊഫഷണൽസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് സെറ്റിംഗ് ആണ് ഫിസിഷ്യൻസ് ഓഫീസ്. അലൗസ് ഫോർ എ ക്ലോസർ ഡോക്ടർ പേഷ്യൻ്റ് റിലേഷൻഷിപ്പ്, പ്രൊവൈഡിങ് കണ്ടിന്യൂറ്റി ഓഫ് കെയർ ത്രൂ റെഗുലർ ചെക്കപ്സ്, പ്രിവെൻറ്റീവ് സ്ക്രീനിങ്സ് ആൻഡ് ഓൺഗോയിങ് ട്രീറ്റ്മെൻറ്റ്സ്. അപ്പോൾ ഒരു ഫിസിഷ്യൻ്റെ ഓഫീസിൽ, ഒരു ഹോസ്പിറ്റലിൽ തന്നെ ഫിസിഷ്യൻ്റെ ഓഫീസൊക്കെ ഉണ്ടാവും. സോ അതായത് ആ ഒരു ഫിസിഷ്യൻ്റെ റൂം ആണ് ഉദ്ദേശിക്കുന്നത്. സോ അവിടെ കുറച്ചും കൂടി ഡോക്ടർ പേഷ്യൻ്റ് റിലേഷൻഷിപ്പ് കൂടുതലുണ്ടാവും. അതുപോലെ കെയർ, റെഗുലർ ചെക്കപ്സ്, പ്രിവെൻറ്റീവ് സ്ക്രീനിങ്സ്, അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റ്സ് എല്ലാം അവിടെയായിരിക്കും ക്യാരി ഓൺ ചെയ്യുന്നത്. ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സ്. മെനി ഫിസിഷ്യൻസ് offices now use EHRs to track patient history and streamline treatment. ഇപ്പോൾ EHR ആണ്, ഇലക്ട്രോണിക്കലി ഹെൽത്ത് റെക്കോർഡ്സ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ദാറ്റ് ഒരു പേഷ്യൻറ്റ് സെക്കൻഡ് ടൈം അവിടെ വരുമ്പോൾ ആ ഒരു ഫിസിഷ്യന് ഈ ഒരു റെക്കോർഡ് നോക്കിയാൽ പേഷ്യൻറ്റിൻ്റെ പാസ്റ്റ് ഹിസ്റ്ററി എല്ലാം മനസ്സിലാക്കാനും ഏതൊക്കെ ടൈപ്പ് ഓഫ് ട്രീറ്റ്മെൻ്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്, മെഡിസിൻ ഏതൊക്കെയാണ്, ഏതൊക്കെ ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്, അങ്ങനെയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അവൈലബിൾ ആയിട്ടുണ്ടാവും. നെക്സ്റ്റ് വൺ സ്പെഷ്യാലിറ്റി പ്രാക്ടീസസ് ആണ്. ദീസ് ഓഫീസസ് മേ ബി സ്പെഷ്യലൈസ്ഡ്, ഫോക്കസിങ് ഓൺ ഏരിയാസ് ലൈക്ക് പീഡിയാട്രിക്സ്, ഡെർമറ്റോളജി ഓർ കാർഡിയോളജി. ഓരോ ഫിസിഷ്യനും ഓരോ പ്രാക്ടീസ്, അതായത് ഓരോ സ്പെഷ്യാലിറ്റീസിലായിരിക്കും വർക്ക് ചെയ്യുന്നുണ്ടാവുക. സോ നമുക്കിപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ കേസിൽ ഒരു ഫിസിഷ്യൻ്റെ ഓഫീസ് എന്ന് പറയുമ്പോൾ അഡ്ജസൻ്റ് ആയിട്ട് നമുക്ക് ഒരു ഏരിയ, ഒരു പീഡിയാട്രിക് വാർഡ് അല്ലെങ്കിൽ പീഡിയാട്രിക് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുമ്പോൾ ആ ഒരു ഏരിയയിലുള്ള എല്ലാ ഫിസിഷ്യൻസും പീഡിയാട്രീഷ്യൻസ് ആയിരിക്കും. അല്ലെങ്കിൽ ഡെർമറ്റോളജി ആണെങ്കിൽ അങ്ങനെ, കാർഡിയോളജി. അപ്പോൾ ഓരോ ഓഫീസും ഓരോ സ്പെഷ്യാലിറ്റി ആയിട്ട് വർക്ക് ചെയ്യുന്നവരും ഉണ്ട്. നെക്സ്റ്റ് വൺ ക്ലിനിക്കാണ്. സ്പെഷ്യാലിറ്റി ക്ലിനിക്സ് സച്ച് ആസ് ഡയബറ്റീസ്, ഓങ്കോളജി ഓർ മെൻ്റൽ ഹെൽത്ത് ക്ലിനിക്സ് focus on particular health needs. Community health clinics and urgent care centers provide general health care and minor emergency services. സോ ഒരു സ്പെഷ്യാലിറ്റി ക്ലിനിക് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ കാര്യത്തോട്
ഉള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റും ഒരു ഫോക്കസ് ആയിരിക്കും ഉണ്ടാവുക. ഇപ്പം നമ്മളൊരു ഓങ്കോളജി, ക്യാൻസർ റിലേറ്റഡ് പ്രോബ്ലംസ് അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ ഓങ്കോളജിസ്റ്റിൻ്റെ അടുത്താണ് പോവുക, ഓങ്കോളജി ക്ലിനിക്കിലായിരിക്കും പോവുക. ഇനി മെൻ്റൽ ഹെൽത്ത് ക്ലിനിക്കിലാണെങ്കിൽ അത് റിലേറ്റഡ് കാര്യങ്ങളായിരിക്കും ട്രീറ്റ് ചെയ്യുന്നത്. ആ ഒരു പെർട്ടിക്കുലർ എന്താണോ നീഡ് എന്നുള്ളത് അതിനെ ഫോക്കസ് ചെയ്തുള്ള ട്രീറ്റ്മെൻ്റ് ആയിരിക്കും ആ ഒരു ക്ലിനിക്കിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി കമ്മ്യൂണിറ്റി ഹെൽത്ത് ക്ലിനിക്ക് അല്ലെങ്കിൽ ഏർജൻറ്റ് കെയർ സെൻറ്റേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ അവിടെ ജനറൽ ആയിട്ടുള്ള ഹെൽത്ത് കെയർ ഫെസിലിറ്റീസൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ മൈനർ ആയിട്ടുള്ള എമർജൻസി സർവീസസും അവിടെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. Clinics often serve as a bridge between primary care and emergency services, offering easy access for non-urgent care and preventive services. അപ്പോൾ ക്ലിനിക്സ് എന്ന് പറയുന്നത് ഒരു എമർജൻസി സിറ്റുവേഷൻ അല്ലാത്ത സിറ്റുവേഷൻസിനെ ഒരു പ്രൈമറി കെയറിൻ്റെ ബിറ്റ്വീനായിട്ട് വർക്ക് ചെയ്യാണ് ചെയ്യുന്നത്. സോ നോൺ അർജൻറ്റ് കെയറും അതുപോലെ പ്രിവെൻറ്റീവ് സർവീസസൊക്കെ ആണെങ്കിൽ നമുക്കൊരു ക്ലിനിക്ക് മതിയാവുന്നതാണ്, ഈസിലി ആക്സസ് ചെയ്യാനും പറ്റുന്നതാണ്. മെനി ക്ലിനിക്സ് ഓഫർ എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസ് ആൻഡ് പ്രിവെൻറ്റീവ് സർവീസസ് ടു ഇംപ്രൂവ് കമ്മ്യൂണിറ്റി ഹെൽത്ത്. ഇപ്പോൾ നമുക്കറിയാം പല കൗൺസിലിംഗ് സെൻറ്റേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ കൗൺസിലിംഗ് ക്ലിനിക്സ് ഉണ്ട് നമുക്ക്. അപ്പോൾ അവരൊക്കെ എങ്ങനെയാണ് ഒരു കമ്മ്യൂണിറ്റി ഹെൽത്ത്, മെൻ്റൽ ഹെൽത്തിനെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പല രീതിയിലുള്ള എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസൊക്കെ കണ്ടക്ട് ചെയ്യുന്നു, ഇതിനെ പറ്റിയുള്ള ക്ലാസ്സസ് കണ്ടക്ട് ചെയ്യുന്നു. അങ്ങനെയുള്ള പ്രോഗ്രാംസ്, പ്രിവെൻറ്റീവ് സർവീസസൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ ആംബുലേറ്ററി സർജറി സെൻറ്റർ ആണ്. ദീസ് സെൻറ്റേഴ്സ് ആർ ഡിസൈൻഡ് ഫോർ എഫിഷ്യൻസി ഇൻ മൈനർ സർജറീസ്, ഓഫൺ reducing cost and recovery times compared to hospital surgeries. So ambulatory surgery center എന്ന് പറഞ്ഞാൽ നമുക്ക് മൈനർ സർജറീസ് ലോ കോസ്റ്റിൽ ഈസിലി, അതായത് നമുക്കിപ്പം ഒരുപാട് റിക്കവറി ടൈമൊന്നും ഇല്ലാതെ, ലോങ് ടേം റിക്കവറി പീരീഡ് ഒന്നും ഇല്ലാതെ അല്ലെങ്കിൽ തന്നെ മൈനർ സർജറീസിന് നമുക്ക് പോസ്റ്റ് ഓപ്പറേറ്റീവ് പീരീഡ് റിക്കവറി ടൈമൊക്കെ സ്മോളർ ആയിരിക്കും. അപ്പം അങ്ങനെയുള്ള സ്മോളർ റേറ്റിലും സ്മോളർ ടൈം ഓഫ് റിക്കവറി പീരീഡിലൊക്കെ ചെയ്യാവുന്ന ഫെസിലിറ്റിയാണ് ആംബുലേറ്ററി സർജറി സെൻറ്റർ. ബട്ട് അവിടെ മൈനർ സർജറീസ് ആയിരിക്കും കണ്ടക്ട് ചെയ്യുന്നത്. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കോമൺ പ്രൊസീജിയേഴ്സ് ഇൻക്ലൂഡ് കാറ്ററാക്ട് സർജറി, മൈനർ ഓർത്തോപെഡിക് പ്രൊസീജിയേഴ്സ് ആൻഡ് എൻഡോസ്കോപ്പി ഒക്കെ നമുക്ക് ആംബുലേറ്ററി സർജറി സെൻറ്ററിൽ കണ്ടക്ട് ചെയ്യാവുന്നതാണ്. Next one, patients are discharged the same day, making these centers ideal for procedures with a low complication risk. So പേഷ്യൻസിന് സെയിം ഡേ തന്നെ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മൈനർ സർജറീസ് മാത്രമേ ഇവിടെ കണ്ടക്ട് ചെയ്യാറുള്ളൂ. സോ ദാറ്റ് വേറെ കോംപ്ലിക്കേഷൻ റിസ്ക് ഒന്നും ഇല്ലാതെ ഇരിക്കാനും ഹെൽപ്പ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് വൺ ലോങ് ടേം കെയർ ഫെസിലിറ്റി ആണ്. അസിസ്റ്റഡ് ലിവിങ് വേഴ്സസ് സ്കിൽഡ് നഴ്സിംഗ്, രണ്ട് ടൈപ്പിലാണ് വരുന്നത്. അസിസ്റ്റഡ് ലിവിങ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് എ മോർ ഇൻഡിപെൻഡൻറ്റ് ലൈഫ് സ്റ്റൈൽ with some assistance, where skilled nursing facilities offer a higher level of medical care. അപ്പോൾ അസിസ്റ്റഡ് ലിവിങ്ങും സ്കിൽഡ് നഴ്സിംഗ് ഫെസിലിറ്റിയും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്, അസിസ്റ്റഡ് ലിവിങ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഓൾഡ് ഏജ് ഹോം പോലെയുള്ള കെയർ ആയിരിക്കും. അതായത് പേഷ്യൻസ് അങ്ങനെ ഒരു ഡിസീസ്ഡ് ഒന്നും ആയിരിക്കില്ല, അവർ ഹെൽത്തിയൊക്കെ ആയിരിക്കും, ബട്ട് ഓൾഡ് ഏജൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഒരു അസിസ്റ്റൻസ് ആവശ്യമാണ്. ഓക്കെ, അവർക്ക് പ്രോപ്പർ ഫുഡ് ടൈമിൽ, മെഡിക്കേഷൻ ടൈമിൽ അങ്ങനെ ഒരു കെയർ ആവശ്യമായിട്ടുണ്ടാവും. ബട്ട് അവർക്ക് അവരുടേതായ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഇൻഡിപെൻഡൻറ്റ് ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും വിത്ത് സം അസിസ്റ്റൻസ്. പക്ഷേ സ്കിൽഡ് നഴ്സിംഗ് ഫെസിലിറ്റി എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി സ്കിൽഡ് ആയിട്ടുള്ള നേഴ്സസ് അവൈലബിൾ ആയിരിക്കും. അവരൊരു ഹയർ ലെവൽ ഓഫ് മെഡിക്കൽ കെയർ കൂടിയായിരിക്കും കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു പാലിയേറ്റീവ് യൂണിറ്റ് പോലുള്ള എക്സാമ്പിൾസൊക്കെയാണ് അതിൽ പറയാനുള്ളത്. Next one, rehabilitation services. Some facilities also provide physical, occupational and speech therapy for patients recovering from hospital stays. ഇപ്പോൾ ഹോസ്പിറ്റൽ സ്റ്റേയ്സിൽ നിന്ന് റിക്കവർ ചെയ്യുന്ന പേഷ്യൻസിന് കുറച്ചും കൂടി ഒരു സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന ഫെസിലിറ്റിയാണ് റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത്. അവർക്ക് ഫിസിക്കൽ, ഒക്യുപേഷണൽ ആൻഡ് സ്പീച്ച് തെറാപ്പി പോലുള്ള കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. These facilities often include social activities, recreational therapy and supportive care for emotional well-being.
അപ്പോൾ ഈ ഒരു ലോങ് ടേം ഫെസിലിറ്റിയിലുള്ള ആളുകൾക്കൊക്കെ പ്രോപ്പറായിട്ടുള്ള സോഷ്യൽ ആക്ടിവിറ്റീസ്, അതായത് ഒരു സ്ഥലത്ത് തന്നെ എപ്പോഴും സ്റ്റേ ചെയ്യുമ്പോൾ അവർക്കതൊരു മെൻ്റലി ആൻഡ് ഇമോഷണലി അവർക്ക് ഒരു കെയർ കൊടുക്കാൻ വേണ്ടിയിട്ട് സോഷ്യൽ ആക്ടിവിറ്റീസ് അത് ആൾക്കാരൊക്കെ വന്ന് ഒരു റീക്രിയേഷണൽ തെറാപ്പി പോലെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ കണ്ടക്ട് ചെയ്യുന്നതാണ്. അതായത് ഇപ്പോൾ നമുക്ക് എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാംസൊക്കെ കണ്ടക്ട് ചെയ്യുക, അതുപോലെ പുറത്തുനിന്നുള്ള വിസിറ്റേഴ്സ് വന്ന് ഈ ആളുകളുടെ കൂടെ ഡേയ്സ് സ്പെൻഡ് ചെയ്യുക. അപ്പോൾ അതൊക്കെ അവർക്കൊരു ഇമോഷണൽ സപ്പോർട്ടൊക്കെയാണ് കൊടുക്കുക. നെക്സ്റ്റ് വൺ ഹോം ഹെൽത്ത് ഏജൻസി ആണ്. ഹോം ഹെൽത്ത് ഏജൻസീസ് ഓഫർ എ ബ്രോഡ് റേഞ്ച് ഓഫ് സർവീസസ് ഫ്രം നഴ്സിംഗ് കെയർ ആൻഡ് ഫിസിക്കൽ തെറാപ്പി ടു സോഷ്യൽ സർവീസസ് ആൻഡ് ഹോം മേക്കർ അസിസ്റ്റൻസ്. അതായത് ഹോം ഹെൽത്ത് ഏജൻസീസ് എന്ന് പറയുന്നത് ഒരുപാട് റേഞ്ച് ഓഫ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു നേഴ്സിൻ്റെ കെയർ തൊട്ട് അവർക്ക് അവരുടെ ഒരു ഹോംലി അസിസ്റ്റൻസ്, ഡെയിലി ആക്ടിവിറ്റീസിലുള്ള അസിസ്റ്റൻസ് വരെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈച്ച് ക്ലയൻറ്റ് റിസീവ്സ് എ പേഴ്സണലൈസ്ഡ് കെയർ പ്ലാൻ ഡെവലപ്ഡ് ഇൻ കൺസൾട്ടേഷൻ വിത്ത് ദർ ഫിസിഷ്യൻ ടു എൻഷ്യൂർ കണ്ടിന്യൂറ്റി ഓഫ് കെയർ. അപ്പോൾ ഓരോ പേഷ്യൻസിനും അവർക്ക് ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള ഒരു കെയർ പ്ലാൻ ഡെവലപ്പ് ചെയ്ത് ഒരു ഫിസിഷ്യനെ കൺസൾട്ട് ചെയ്ത് അത് ഡെവലപ്പ് ചെയ്തിട്ടാണ് ഈ ഒരു കെയർ പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ടെലിഹെൽത്ത് ഇൻ്റഗ്രേഷൻ. മെനി ഏജൻസീസ് നൗ ഇൻകോർപ്പറേറ്റ് ടെലിഹെൽത്ത് ടു മോണിറ്റർ ഹെൽത്ത് ആൻഡ് പ്രൊവൈഡ് റിമോട്ട് കൺസൾട്ടേഷൻസ്. സോ ടെലിഹെൽത്ത് എന്ന് പറയുന്നത് ത്രൂ ടെലികമ്മ്യൂണിക്കേഷൻ ആയിരിക്കും ഇവിടെ അവർക്ക് സപ്പോർട്ട് അല്ലെങ്കിൽ കെയർ പ്രൊവൈഡ് ചെയ്യുന്നത്. Next one is hospice. Hospice prioritizes comfort and quality of life over curative treatments for those nearing the end of life. അതായത് പല ആളുകൾക്ക് ഇപ്പോൾ ഇനി ട്രീറ്റ്മെൻ്റ് ഒന്നും അത്രയ്ക്ക് ആവശ്യമില്ല, ഓവറാണ്, അവർക്ക് ലൈഫ് എൻഡ് നിയർ ആണ് എന്നുള്ള സിറ്റുവേഷനിലൊക്കെ ഉള്ളവർക്ക് ഒരു കംഫർട്ട് ആൻഡ് ക്വാളിറ്റി ഓഫ് ലൈഫ് പ്രൊവൈഡ് ചെയ്യുക. എത്ര ദിവസം അവർ ലിവിങ് ആണ് അത്ര ഡേയ്സിലേക്കുള്ള പ്രോപ്പറായിട്ടുള്ള കെയർ ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതാണ് കംഫർട്ട് ആൻഡ് ക്വാളിറ്റി ഓഫ് ലൈഫാണ് മെയിൻലി നോക്കുന്നത്. ഇന്റർഡിസിപ്ലിനറി ടീം. Hospice care often includes doctors, nurses, social workers, spiritual advisors and volunteers who address both physical and emotional needs. അപ്പോൾ ഒരു ആൾ ലൈഫ് എൻഡ് ചെയ്യാണ് എന്നുള്ള ഒരു സിറ്റുവേഷനിലുള്ള ഒരാൾക്ക് ഓൾ ദിസ് കൈൻഡ് ഓഫ്, അതായത് അവരുടെ ബോത്ത് ഫിസിക്കൽ ആൻഡ് ഇമോഷണൽ നീഡ്സൊക്കെ അഡ്രസ്സ് ചെയ്യേണ്ട ആവശ്യമായിട്ട് വരും. അപ്പോൾ അതിനൊരു ടീം തന്നെ അവിടെ ഉണ്ടാവും. ഇൻ്റർഡിസിപ്ലിനറി ടീം എന്ന് പറഞ്ഞാൽ പല ഇതിൽ വരുന്ന ആളുകൾ, അതായത് ഇപ്പോൾ ഡോക്ടേഴ്സ് ഉണ്ടാവും, നഴ്സസ് ഉണ്ടാവും, സോഷ്യൽ വർക്കേഴ്സ് ഉണ്ടാവും, സ്പിരിച്വൽ അഡ്വൈസേഴ്സ് എല്ലാം, അതുപോലെ പല വോളണ്ടിയേഴ്സ് എല്ലാവരും ഉണ്ടാവും. നെക്സ്റ്റ് വൺ ഫാമിലി സപ്പോർട്ട്. ഇൻ അഡീഷൻ ടു പേഷ്യൻറ്റ് കെയർ, ഹോസ്പൈസ് ഓഫേഴ്സ് bereavement support and counseling for family members, helping them cope during and after their loved one passing. സോ ഒരു ഫാമിലി സപ്പോർട്ടും ഹോസ്പൈസ് ഓഫർ ചെയ്യുന്നതാണ്. അതായത് ഇപ്പോൾ കൗൺസിലിംഗ്, ഫാമിലി മെമ്പേഴ്സിന് കൗൺസിലിംഗ് കൊടുക്കുക, അതുപോലെ അവരുടെ ലവ്ഡ് വണ്ണിൻ്റെ പാസിങ്ങിന് ബിഫോർ ആൻഡ് ആഫ്റ്റർ അതിനെ കോപ്പ് ചെയ്യാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുക. അതെല്ലാമാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ഇഫ് യു ലൈക്ക് ദ വീഡിയോ, പ്ലീസ് ഡു ലൈക്ക്, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.